പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 199 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ആ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള വിശ്വാസത്യാഗികൾ എന്ന വിഷയമാണ് ഈ എപ്പിസോഡിലെ ചിന്താവിഷയം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവായ യേശുവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ശ്രദ്ധിക്കാം. 1, അപ്പോസ്തോലിക ഉപദേശം ഇതാണെന്നും പറഞ്ഞ് അനേകർ വരും. 2, വേഗത്തിൽ ഇളകിപ്പോകരുത്. 3, നിങ്ങൾ ചതിക്കപ്പെടരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ, അതായത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ആവിർഭാവം മുതൽ ഈ വചനങ്ങൾ നിറവേറി വരികയാണ്. സഭയിൽ വേദപുസ്തകം ആധികാരികമായി അംഗീകരിക്കപ്പെട്ട 4-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ആരാധനയും പൗരോഹിത്യ ശുശ്രൂഷയെയും ഈ വിശ്വാസ സത്യങ്ങളെയും വലിച്ചെറിയണമെന്ന ഉപദേശമായി വന്നവർ ഈ കൂട്ടർ ആകുന്നു. തങ്ങൾ പറയുന്നതാണ് അപ്പോസ്തോലിക ഉപദേശം എന്ന് ഇവർ നിർബന്ധപൂർവം പഠിപ്പിക്കുന്നു. ഇവരുടെ ഉപദേശത്തിൽ പലരും ഞെട്ടിപ്പോകുന്നു. 50 വർഷം ഓർത്തഡോക്സ് സഭയിൽ വിശ്വസിച്ച് മദ്വഹ ശുശ്രൂഷകനായും സൺഡേ സ്കൂൾ അധ്യാപകനായും ഏറെക്കാലം പ്രവർത്തിച്ച ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം എറണാകുളം സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവ അംഗം ആയിരുന്നു. ഇന്ന് പെന്തക്കോസ്ത് വിഭാഗത്തിലാവുന്നു വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: സത്യവചനം ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പൗരോഹിത്യവും അതിൻ്റെ ആരാധനാക്രമങ്ങളും വിഗ്രഹാരാധനയാകുന്നു എന്ന് പാസ്റ്ററിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. സത്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഈ മനുഷ്യൻ പുതിയ ഉപദേശം കേട്ട് ഞെട്ടിപ്പോയി, ചതിയിൽപ്പെട്ടു. വിശ്വാസത്യാഗം സംഭവിച്ചു. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായി വിശ്വാസത്യാഗം സംഭവിക്കണമെന്നാണല്ലോ വിശുദ്ധ പൗലോസിൻ്റെ വചനം. ഈ കാലത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇവർ നിത്യജീവന്റെ വചനം വിശ്വസിക്കാതെ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോയവരുടെ കൂട്ടത്തിലേക്കാവുന്നു ചെന്നു ചേരുന്നതെന്ന വസ്തുത ഗ്രഹിക്കാത്തതാണ് ദുഃഖകരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ന്റെ 26-29, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ന്റെ 21-23. ഇപ്രകാരമുള്ള വചനങ്ങളൊന്നും വിശ്വസിക്കാത്തവരാണ് വിശ്വാസത്യാഗികൾ ആകുന്ന പെന്തക്കോസ്തുകാർ. വിശ്വാസത്യാഗികൾ വർദ്ധിക്കുകയാകുന്നു എന്നത് വസ്തുത തന്നെയാണ്. എന്നാൽ 2 യോഹന്നാൻ 9-10 വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കൈക്കൊള്ളരുത് എന്നാകുന്നു. അവരോട് അകന്ന് നിൽക്കുവാൻ തക്കവണ്ണം വചനം നമ്മെ ശക്തീകരിക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കേട്ടവർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. തണ്ണിക്കോട്ടച്ചൻ.